കോതമംഗലത്ത് 23-കാരി സോന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം മതം മാറാൻ റമീസിന്റെ വീട്ടുകാർ നിർബന്ധിച്ചെന്ന് സോനയുടെ സഹോദരൻ ബേസിൽ എൽദോസ് പറഞ്ഞു. മതം മാറാൻ വിസമ്മതിച്ചപ്പോൾ റമീസ് സോനയെ മർദ്ദിച്ചു. ഇക്കാര്യങ്ങൾ സോന സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. റമീസും മാതാപിതാക്കളും ചേർന്നാണ് മർദ്ദിച്ചതെന്നും സഹോദരൻ വ്യക്തമാക്കി. ഗൗതം, നമ്മൾ ഇന്നലെ ഈ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് റമീസിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പക്ഷേ ഇയാളുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സോന എൽദോസിൻ്റെ വീട്ടിലാണ്. ഇവിടെ സോനയുടെ സഹോദരനുണ്ട്, അമ്മയുണ്ട്. നമുക്കറിയാം, ശനിയാഴ്ചയാണ് സോന ഒരു കത്ത് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത്. കത്തിൽ വിശദമായി തന്നെ സോന റമീസിനെയും റമീസിൻ്റെ വീട്ടുകാരെയും ഒക്കെ കുറിച്ച് പറയുന്നുണ്ട്. നിർബന്ധിതമായി മതം മാറ്റാൻ ശ്രമിച്ചു. മതം മാറ്റാനായി പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാനായി വാഹനമടക്കം തയ്യാറാക്കി നിർത്തിയ ശേഷം സോനയെ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 3-ാം തീയതിയാണ് റമീസിൻ്റെ വീട്ടിലേക്ക്, പറവൂരിലെ വീട്ടിലേക്ക് വിളിക്കുന്നത്. അവിടെ റമീസിൻ്റെ ബന്ധുക്കളെല്ലാവരും ഉണ്ടായിരുന്നു. വീട് നിറയെ ബന്ധുക്കളായിരുന്നു. സോന കയറാൻ മടിച്ചപ്പോൾ റമീസ് നിർബന്ധിച്ച് വീട്ടിലേക്ക് കയറ്റി. പിന്നീട് മുറി അടച്ച് അവർ മർദ്ദിച്ചു. മതം മാറിയേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചു. പൊന്നാനിയിലേക്ക് പോകണം, അതിനുശേഷം മാത്രം പൊന്നാനിയിൽ പോയി 2 മാസത്തിന് ശേഷം മാത്രമേ ഇനി വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് രജിസ്റ്റർ ചെയ്യാനാണെന്നും പറഞ്ഞ് കബളിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്ലാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവൾ കാറിൽ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ട് പോവുക, പൊന്നാനി കൊണ്ടുപോയി 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളുടെ കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചിട്ട് ഞങ്ങളവളെ കാണിക്കുക.